ഓം ശാന്തി. 20-12-20 അവ്യക്ത ബാബ്ദാദ. സ്നേഹത്തിൻ്റെയും സത്യതയുടെയും അതോറിറ്റിയുടെ ബാലൻസ്. ഇന്ന് സത് പിതാവും സത് ശിക്ഷകനും സദ്ഗുരുവും തൻ്റെ സത്യതയുടെ ശക്തിശാലിയായ സത് കുട്ടികളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഏറ്റവും വലുതിലും വലിയ ശക്തിയും അതോറിറ്റിയും സത്യതയുടേത് തന്നെയാണ്. സത് എന്ന് രണ്ടർത്ഥത്തിൽ പറയാറുണ്ട്. ഒന്നാണ് സത് എന്നാൽ സത്യം, രണ്ടാമതായി സത് എന്നാൽ അവിനാശി. രണ്ടർത്ഥത്തിലും സത്യതയുടെ ശക്തി ഏറ്റവും വലുതാണ്. ബാബയെ സത് പിതാവ് എന്ന് പറയുന്നു. പിതാക്കന്മാർ അനേകമുണ്ട്, എന്നാൽ സത് പിതാവ് ഒന്നേ ഉള്ളൂ. സത് ശിക്ഷകനും സദ്ഗുരുവും ഒന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തെ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അതായത് പരമാത്മാവിൻ്റെ വിശേഷത സത്യമാണ്, അതായത് സത് ആണ്. സത്യം തന്നെയാണ് ശിവൻ എന്ന് താങ്കളുടെ ഒരു ഗീതവുമുണ്ട്. ലോകത്തിലും പറയുന്നു സത്യം ശിവം സുന്ദരം എന്ന്. അതോടൊപ്പം ബാബയെ, അതായത് പരമാത്മാവിനെ കുറിച്ച് സത് ചിത് ആനന്ദ സ്വരൂപം എന്ന് പറയുന്നു. ആത്മാക്കളായ താങ്കളെയും സത് ചിത് ആനന്ദം എന്ന് പറയുന്നു. അപ്പോൾ സത് എന്ന വാക്കിൻ്റെ മഹിമ വളരെയധികം പാടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ അതോറിറ്റിയോട് സംസാരിക്കുമ്പോൾ ഞാൻ സത്യമാണ്, അതിനാൽ അതോറിറ്റിയോടുകൂടി സംസാരിക്കുന്നു എന്ന് പറയും. സത്യത്തെക്കുറിച്ചുള്ള മഹിമയാണ് സത്യത്തിൻ്റെ തോണി ഉലയും, എന്നാൽ മുങ്ങിപ്പോവുകയില്ല. താങ്കളും പറയുന്നുണ്ട് സത്യതയുള്ളവർ നൃത്തമാടും എന്ന്. സത്യസന്ധർ, അതായത് സത്യതയുടെ ശക്തിയുള്ളവർ സദാ നൃത്തമാടിക്കൊണ്ടിരിക്കും. ഒരിക്കലും വാടിപ്പോവുകയില്ല, കുഴങ്ങിപ്പോവുകയില്ല, ഭയപ്പെടുകയില്ല, ദുർബലമാവുകയില്ല. സത്യതയുടെ ശക്തിയുള്ളവർ സദാ സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കും. ശക്തിശാലിയായിരിക്കും. നേരിടുവാനുള്ള ശക്തി ഉണ്ടാകും, അതിനാൽ ഭയപ്പെടുകയില്ല. സത്യതയെ സ്വർണത്തിന് സമാനം എന്ന് പറയുന്നു. അസത്യത്തെ മണ്ണിന് സമാനം എന്ന് പറയുന്നു. ഭക്തിയിലും ആരാണോ പരമാത്മാവിൻ്റെ നേർക്ക് സ്നേഹം യോജിപ്പിക്കുന്നത് അവരെ സൽസംഗി എന്ന് പറയുന്നു. സത്യത്തിൻ്റെ കൂട്ടുകെട്ടിലിരിക്കുന്നവരാണ്. ലാസ്റ്റിൽ ആത്മാവ് എപ്പോഴാണോ ശരീരം ഉപേക്ഷിക്കുന്നത് അപ്പോഴും എന്താണ് പറയുന്നത്? സത്യനാമം കൂടെയുണ്ട് എന്ന്. അപ്പോൾ സത് എന്നാൽ അവിനാശി, സത് എന്നാൽ സത്യം. സത്യതയുടെ ശക്തി മഹാൻ ശക്തിയാണ്. വർത്തമാന സമയം മെജോറിറ്റി ആൾക്കാരും താങ്കൾ ഏവരെയും കണ്ടിട്ട് എന്താണ് പറയുന്നത്? ഇവരിൽ സത്യതയുടെ ശക്തിയുണ്ട്. അതിനാലാണ് ഇത്രയും സമയം അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത ഒരിക്കലും കുലുങ്ങുന്നില്ല, അചഞ്ചലമായിരിക്കുന്നു. സത്യത അഭിവൃദ്ധി പ്രാപ്തമാക്കാനുള്ള വിധിയാണ്. സത്യതയുടെ ശക്തിയിലൂടെ സത്യയുഗത്തെ ഉണ്ടാക്കുന്നു. സ്വയവും സത്യനാരായണനും സത്യലക്ഷ്മിയുമാകുന്നു. ഇത് സത്യജ്ഞാനമാണ്, സത് പിതാവിൻ്റെ ജ്ഞാനമാണ്. അതിനാൽ ലോകത്തിൽ നിന്നും വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. അപ്പോൾ ഇന്ന് ബാബ്ദാദ സർവ കുട്ടികളെയും നോക്കുകയായിരുന്നു. സത്യമായ ജ്ഞാനത്തിൻ്റെ സത്യതയുടെ അതോറിറ്റി എത്രത്തോളം ധാരണ ചെയ്തു? സത്യത ഓരോ ആത്മാവിനെയും ആകർഷിക്കുന്നു. ഇന്നത്തെ ലോകം അസത്യഖണ്ഡമാണ്. എല്ലാം അസത്യമാണ്.
അതായത് എല്ലാത്തിലും അസത്യം കലർന്നിരിക്കുന്നു. എന്നിട്ടും സത്യതയുടെ ശക്തിയുള്ളവർ വിജയിയാകുന്നു. സത്യതയുടെ പ്രാപ്തിയാണ് സന്തോഷവും നിർഭയതയും. സത്യം പറയുന്നവർ സദാ നിർഭയരായിരിക്കും. അവർക്ക് ഒരിക്കലും ഭയമുണ്ടാകില്ല. ആര് സത്യമല്ലയോ അവർക്ക് ഭയം തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ താങ്കളേവരും സത്യതയുടെ ശക്തിശാലി ശ്രേഷ്ഠ ആത്മാക്കളാണ്. സത്യമായ ജ്ഞാനം, സത്യമായ പിതാവ്, സത്യമായ പ്രാപ്തി, സത്യമായ ഓർമ്മ, സത്യമായ ഗുണം, സത്യമായ ശക്തികൾ, സർവപ്രാപ്തികളുമുണ്ട്. അപ്പോൾ ഇത്രയും അതോറിറ്റിയുടെ ലഹരി ഉണ്ടായിരിക്കുന്നുവോ? അതോറിറ്റി എന്നതിൻ്റെ അർത്ഥം അഭിമാനം എന്നല്ല. എത്രത്തോളം വലുതിലും വലിയ അതോറിറ്റി ആണോ അത്രയും തന്നെ അവരുടെ വൃത്തിയിൽ ആത്മീയ അതോറിറ്റി ഉണ്ടായിരിക്കും. വാക്കിൽ സ്നേഹവും വിനയവും ഉണ്ടായിരിക്കും. ഇതാണ് അതോറിറ്റിയുടെ അടയാളം. ഏതുപോലെ താങ്കൾ വൃക്ഷത്തിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുവല്ലോ. വൃക്ഷത്തിൽ സമ്പൂർണ്ണ ഫലത്തിൻ്റെ അതോറിറ്റി വരുമ്പോൾ വൃക്ഷം കുനിയുന്നു, അതായത് വിനയമുള്ളതാകുന്നതിൻ്റെ സേവനം ചെയ്യുന്നു. അതേപോലെ ആത്മീയ അതോറിറ്റിയുള്ള കുട്ടികൾ എത്രത്തോളം വലിയ അതോറിറ്റിയാണോ അത്രയും വിനയമുള്ളവരും സർവരുടെയും സ്നേഹിയുമായിരിക്കും. എന്നാൽ സത്യതയുടെ അതോറിറ്റി ഉള്ളവർ നിരഹങ്കാരിയായിരിക്കും. അപ്പോൾ അതോറിറ്റിയുമാണ്, ലഹരിയുമുണ്ട്, നിരഹങ്കാരിയുമാണ്. ഇതിനെയാണ് പറയുന്നത് സത്യജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപം. ഈ അസത്യഖണ്ഡത്തിൻ്റെ ഉള്ളിൽ ബ്രഹ്മബാബയുടെ സത്യതയുടെ അതോറിറ്റിയുടെ പ്രത്യക്ഷ സാകാര സ്വരൂപം കണ്ടുവല്ലോ. ആ ഒന്നിൻ്റെ അതോറിറ്റിയുടെ വാക്കുകൾ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ അനുഭവം നൽകുന്നില്ല. മുരളി കേൾക്കുന്നുണ്ട്. അപ്പോൾ എത്ര അതോറിറ്റിയുടെ വാക്കുകളാണ്! എന്നാൽ അഭിമാനത്തിൻ്റേതല്ല. അതോറിറ്റിയുടെ വാക്കിൽ സ്നേഹം അടങ്ങിയിട്ടുണ്ട്, വിനയമുണ്ട്, നിരഹങ്കാരിത്വം ഉണ്ട്. അതിനാൽ അതോറിറ്റിയുടെ വാക്കുകൾ പ്രിയമായി തോന്നുന്നു. പ്രിയം മാത്രമല്ല, എന്നാൽ പ്രഭാവശാലിയുമായിരിക്കുന്നു. ഫോളോ ഫാദർ ചെയ്യണമല്ലോ. സേവനത്തിൽ അഥവാ കർമ്മത്തിൽ ഫോളോ ബ്രഹ്മ ബാബ. കാരണം സാകാരി ലോകത്തിൽ സാകാര എക്സാമ്പിളാണ്, സാമ്പിളാണ്. ഏതുപോലെ ബ്രഹ്മബാബയെ കർമ്മത്തിലും സേവനത്തിലും രൂപത്തിലൂടെയും ഓരോ ചലനത്തിലൂടെയും നടക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന അതോറിറ്റി സ്വരൂപമായി കണ്ടു. അതേപോലെ ഫാദറിനെ ഫോളോ ചെയ്യുന്നവരിലും സ്നേഹവും അതോറിറ്റിയും വിനയവും മഹാനതയും രണ്ടും ഒരുമിച്ച് കാണപ്പെടണം. സ്നേഹം കാണപ്പെടുകയും അതോറിറ്റി മറന്നു പോവുകയും ചെയ്യുക, അല്ലെങ്കിൽ അതോറിറ്റി കാണപ്പെടുകയും സ്നേഹം മറഞ്ഞു പോവുകയും ചെയ്യുക, ഇങ്ങനെ പാടില്ല. ഏതുപോലെ ബ്രഹ്മബാബയെ കണ്ടു അഥവാ ഇപ്പോഴും മുരളി കേൾക്കുന്നു. പ്രത്യക്ഷ തെളിവാണ്. കുട്ടികളെ കുട്ടികളെ എന്നും പറയും, എന്നാൽ അതോറിറ്റിയും കാണിക്കും. സ്നേഹത്തോടെ കുട്ടികളെ എന്നും പറയും, അതോറിറ്റിയോടെ ശിക്ഷണവും നൽകും. സത്യജ്ഞാനത്തെ പ്രത്യക്ഷവുമാക്കും. എന്നാൽ കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ജ്ഞാനം മുഴുവനും സ്പഷ്ടമാക്കും. ഇതിനെയാണ് പറയുന്നത് സ്നേഹത്തിൻ്റെയും സത്യതയുടെയും അതോറിറ്റിയുടെ ബാലൻസ്. അപ്പോൾ വർത്തമാന സമയത്ത് സേവനത്തിൽ ഈ ബാലൻസ് അണ്ടർലൈൻ ചെയ്യൂ. ഭൂമി തയ്യാറാക്കുന്നതിനായി സ്ഥാപനം മുതൽ ഇപ്പോൾ വരെ 50 വർഷം പൂർത്തിയായി. വിദേശത്തെ ഭൂമിയും ഇപ്പോൾ ധാരാളം തയ്യാറായി കഴിഞ്ഞു. 50 വർഷമായിട്ടില്ല, എന്നാൽ തയ്യാറാക്കപ്പെട്ട സാധനങ്ങൾ ഉള്ളപ്പോഴാണ് വന്നത്. അതിനാൽ
തുടക്കത്തിലെ 50 വർഷവും ഇപ്പോഴുള്ള 5 വർഷവും തുല്യമാണ്. ഡബിൾ വിദേശികൾ എല്ലാവരും പറയുന്നു നമ്മൾ ലാസ്റ്റ് സോ ഫാസ്റ്റ് സോ ഫസ്റ്റ് ആണ് എന്ന്. അപ്പോൾ സമയത്തിലും ഫാസ്റ്റ് സോ ഫസ്റ്റ് ആകുമല്ലോ. നിർഭയതയുടെ അതോറിറ്റി തീർച്ചയായും വയ്ക്കൂ. ഒരേ ഒരു ബാബയുടെ പുതിയ ജ്ഞാനം സത്യമായ ജ്ഞാനമാണ്. പുതിയ ജ്ഞാനത്തിലൂടെ പുതിയ ലോകം സ്ഥാപിതമാകുന്നു. ഈ അതോറിറ്റിയും ലഹരിയും സ്വരൂപത്തിൽ എമർജായിരിക്കണം. 50 വർഷം മേർജാക്കി വച്ചു. എന്നാൽ ആര് വന്നാലും അവരെ ആദ്യമേ തന്നെ പുതിയ നോളജിൻ്റെ പുതിയ കാര്യങ്ങൾ കേൾപ്പിച്ച് കൺഫ്യൂസ്ഡ് ആക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഈ ഭാവമല്ല ഉള്ളത്. ഭൂമി, നാഡി, സമയം ഇതെല്ലാം നോക്കി വേണം ജ്ഞാനം നൽകുവാൻ. ഇതാണ് നോളജ് ഫുള്ളിൻ്റെ അടയാളം. ആത്മാവിൻ്റെ ഇച്ഛ നോക്കൂ, നാഡി നോക്കൂ, ഭൂമി തയ്യാറാക്കൂ. എന്നാൽ ഉള്ളിൽ സത്യതയുടെ, നിർഭയതയുടെ ശക്തി തീർച്ചയായും ഉണ്ടാകണം. ലോകർ എന്തു പറയും എന്ന ഭയം ഉണ്ടാകരുത്. നിർഭയരായി ഭൂമി തയ്യാറാക്കൂ. ചില കുട്ടികൾ മനസ്സിലാക്കുന്നു ഈ ജ്ഞാനം പുതിയതാണ്, പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന്. എന്നാൽ അവിവേകികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെയുള്ള വ്യക്തിയാണോ അതിനനുസരിച്ചുള്ള രൂപരേഖ തയ്യാറാക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്. എന്നാൽ വ്യക്തിയുടെ പ്രഭാവത്തിലേക്ക് വരരുത്. തൻ്റെ സത്യജ്ഞാനത്തിൻ്റെ അതോറിറ്റിയിലൂടെ വ്യക്തിയെ പരിവർത്തനപ്പെടുത്തുക തന്നെ വേണം. ഈ ലക്ഷ്യം മറന്നു പോകരുത്. ഇപ്പോൾ വരെയും എന്തു ചെയ്തുവോ അത് ശരിയായിരുന്നു. ചെയ്യുക തന്നെ വേണമായിരുന്നു. ആവശ്യമുണ്ടായിരുന്നു. കാരണം ഭൂമിയും തയ്യാറാക്കണമായിരുന്നു. എന്നാൽ എപ്പോൾ വരെ ഭൂമി തയ്യാറാക്കും? എത്ര സമയം ആവശ്യമാണ്? ഔഷധം നൽകപ്പെടുമ്പോഴും ആദ്യമേ തന്നെ കൂടുതൽ ശക്തിയുള്ളത് നൽകാറില്ല. ആദ്യം ലഘുവായതാണ് നൽകുന്നത്. എന്നാൽ ശക്തിയുള്ള ഔഷധമേ നൽകാതിരിക്കുകയും ലഘുവായത് കൊണ്ട് തന്നെ നടത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ചെയ്യരുത്. ദുർബലമായ ആർക്കെങ്കിലും ഹൈ പവറുള്ള മരുന്ന് നൽകുന്നതും തെറ്റാണ്. തിരിച്ചറിയുവാനുള്ള ശക്തിയും ആവശ്യമാണ്. എന്നാൽ തൻ്റെ സത്യമായ പുതിയ ജ്ഞാനത്തിൻ്റെ അതോറിറ്റിയും തീർച്ചയായും ആവശ്യമാണ്. തൻ്റെ സൂക്ഷ്മ അതോറിറ്റിയുടെ വൃത്തി തന്നെയാണ് അവരുടെ വൃത്തികളെ പരിവർത്തനപ്പെടുത്തുന്നത്, ഈ ഭൂമി തയ്യാറാക്കുന്നത്. വിശേഷിച്ച് എപ്പോഴാണോ സേവനം ചെയ്ത ശേഷം മധുബനിൽ എത്തിച്ചേരുന്നത്, അപ്പോൾ ഏറ്റവും കുറഞ്ഞത് അവർക്ക് ഇത് തീർച്ചയായും അറിയാമായിരിക്കണം. ഈ ഭൂമിയിൽ അവരുടെയും ഭൂമി തയ്യാറാകുന്നു. എത്ര തന്നെ ഉറച്ച ഭൂമിയായിരുന്നാലും, ഏത് ധർമ്മത്തിലുള്ളവരായാലും, എങ്ങനെയുള്ള പൊസിഷനുള്ളവരായാലും ഈ ഭൂമിയിൽ അതും മൃദുവായി മാറും. മൃദുവായ ഭൂമിയാകുന്നത് കാരണം അതിൽ ഏതൊരു വിത്ത് വിതച്ചാലും അതിൻ്റെ ഫലം സഹജമായി പുറത്തു വരും. കേവലം ഭയപ്പെടാതിരിക്കൂ. തീർച്ചയായും നിർഭയരാകൂ. യുക്തിയോട് നൽകണം. എങ്ങനെയുള്ള ഭൂമിയിലും എത്തിച്ചേർന്നു. പക്ഷേ പരമാത്മാ ജ്ഞാനം എന്താണ് എന്നതറിഞ്ഞില്ല എന്നത് അവർ പരാതി പറയരുത്. പരമാത്മാ ഭൂമിയിൽ വന്ന ശേഷം പരമാത്മാവിൻ്റെ പ്രത്യക്ഷതയുടെ സന്ദേശം തീർച്ചയായും എടുത്തുകൊണ്ട് പോകട്ടെ. ലക്ഷ്യം അതോറിറ്റിയുടേത് ആയിരിക്കേണ്ടതാണ്. ഇക്കാലത്തെ ലോകത്തിൻ്റെ കണക്കിലും നവീനതയ്ക്ക് മഹത്വമുണ്ട്. ആരെങ്കിലും തലകീഴായ പുതിയ ഫാഷൻ ഇറക്കുന്നു എങ്കിൽ പോലും ഫോളോ ചെയ്യുന്നു. മുൻപ് ആർട്ട് നോക്കൂ, എത്ര നല്ലതായിരുന്നു. ഇക്കാലത്തെ ആർട്ടാണെങ്കിൽ
അതിനു മുന്നിൽ വരകൾ പോലെ തോന്നും. എന്നാൽ മോഡേൺ ആർട്ട് ഇഷ്ടപ്പെടുന്നു. മനുഷ്യർക്ക് ഇഷ്ടം ഓരോ കാര്യത്തിലും നവീനതയാണ്. നവീനത സ്വതവേ തന്നെ അതിൻ്റെ നേർക്ക് ആകർഷിക്കുന്നു. അതിനാൽ നവീനത, സത്യത, മഹാനത ഇതിൻ്റെ ലഹരി തീർച്ചയായും വയ്ക്കൂ. പിന്നെ സമയത്തെയും വ്യക്തിയെയും നോക്കി സേവനം ചെയ്യൂ. പുതിയ ലോകത്തിൻ്റെ പുതിയ ജ്ഞാനം തീർച്ചയായും പ്രത്യക്ഷമാക്കണം എന്ന ലക്ഷ്യം തീർച്ചയായും വയ്ക്കൂ. ഇപ്പോൾ സ്നേഹവും ശാന്തിയും പ്രത്യക്ഷമായി കഴിഞ്ഞു. ബാബയുടെ സ്നേഹസാഗര സ്വരൂപവും ശാന്തിയുടെ സാഗരത്തിൻ്റെ സ്വരൂപവും പ്രത്യക്ഷമാക്കി. എന്നാൽ ജ്ഞാനസ്വരൂപ ആത്മാവും ജ്ഞാനസാഗരമായ ബാബയും ഈ പുതിയ ജ്ഞാനത്തെ ഏത് രീതിയിൽ കൊടുക്കാം? അതിൻ്റെ പ്ലാൻസ് തയ്യാറാക്കുന്നത് ഇപ്പോൾ കുറവാണ്. പുതിയ ലോകത്തിനുള്ള പുതിയ ജ്ഞാനം ഇതാണ് എന്ന ശബ്ദം എല്ലാവരുടെയും മുഖത്തു നിന്നും വരുന്ന ഒരു സമയവും വരും. ഇപ്പോൾ കേവലം നല്ലത് എന്ന് പറയുന്നു, പുതിയത് എന്ന് പറയുന്നില്ല. ഓർമ്മയുടെ സബ്ജക്റ്റിനെ നല്ല രീതിയിൽ പ്രത്യക്ഷമാക്കി. അതിനാൽ ഭൂമി നല്ല രീതിയിൽ തയ്യാറായി. ഇനിയും ഭൂമി തയ്യാറാക്കണം. ആദ്യം ആവശ്യമുള്ള കാര്യവും വേണ്ടതാണ്. എന്തു ചെയ്തുവോ അത് വളരെ നല്ലത്, വളരെയധികം ചെയ്യുകയും ചെയ്തു. ശരീരവും മനസ്സും ധനവും വിനിയോഗിച്ചു ചെയ്തു. ഇതിനുള്ള കൃതജ്ഞതയും നൽകുന്നു. ആദ്യം വിദേശത്ത് പോയിരുന്നപ്പോൾ ഈ ത്രിമൂർത്തി ചിത്രം ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് എത്ര പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ത്രിമൂർത്തിയുടെ ചിത്രത്തിൽ തന്നെയാണ് ആകർഷിതമാകുന്നത്. ഈ ഏണിപ്പടിയുടെ ചിത്രം ഭാരതത്തിൻ്റെ കഥയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ വിദേശത്തിൽ ഈ ചിത്രത്തിന്മേൽ ആകർഷിതരാകുന്നു. അപ്പോൾ ഈ പുതിയ കാര്യം ഏത് രീതിയിൽ കേൾപ്പിക്കട്ടെ എന്ന പ്ലാൻ ഉണ്ടാക്കിയതുപോലെ ഇനിയും ഇൻവെൻഷൻ ചെയ്യൂ. ഇത് ചെയ്യേണ്ടി തന്നെ വരും എന്ന് ചിന്തിക്കരുത്, പാടില്ല. ബാബ്ദാദയുടെ ലക്ഷ്യം കേവലം ഇതാണ്: നവീനതയുടെ മഹാനതയുടെ ശക്തി ധാരണ ചെയ്യൂ. ഇത് മറന്നു പോകരുത്. ലോകർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ലോകത്തിലുള്ള കാര്യങ്ങളെ ഭയപ്പെടരുത്. തൻ്റെ രീതി ഇൻവെൻറ്റ് ചെയ്യൂ, കണ്ടുപിടിക്കൂ. കാരണം ഇൻവെൻറ്റർ കുട്ടികളായ താങ്കൾ തന്നെയാണല്ലോ. സേവനത്തിൻ്റെ പ്ലാൻ കുട്ടികൾ തന്നെയാണ് അറിയുന്നത്. എങ്ങനെയുള്ള ലക്ഷ്യം വയ്ക്കുമോ അതിനനുസരിച്ചുള്ള പ്ലാൻ വളരെ നല്ലതിലും നല്ലത് തയ്യാറാകും. സഫലതയാകട്ടെ ജന്മസിദ്ധ അധികാരം തന്നെയാണ്. അതിനാൽ നവീനതയെ പ്രത്യക്ഷമാക്കൂ. ഏതെല്ലാം ജ്ഞാനത്തിൻ്റെ ഗുഹ്യ കാര്യങ്ങളുണ്ടോ അതിനെ സ്പഷ്ടമാക്കുവാനുള്ള വിധി താങ്കളുടെ അടുക്കൽ വളരെ നന്നായി ഉണ്ട്. സ്പഷ്ടീകരണവുമുണ്ട്. ഓരോരോ പോയിന്റും ലോജിക്കലായി സ്പഷ്ടമാക്കുവാൻ സാധിക്കും. താങ്കൾ അതോറിറ്റി ഉള്ളവരാണ്. ഏതെങ്കിലും മനോമയമോ കാൽപ്പനികമോ ആയ കാര്യങ്ങളല്ല, യഥാർത്ഥമാണ്. അനുഭവമുണ്ട്. അനുഭവത്തിൻ്റെ അതോറിറ്റി, നോളജിൻ്റെ അതോറിറ്റി, സത്യതയുടെ അതോറിറ്റി, എത്ര അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ അതോറിറ്റിയും സ്നേഹവും രണ്ടും ഒപ്പം ഒപ്പം കാര്യത്തിൽ വിനിയോഗിക്കൂ. ബാപ്ദാദ സന്തുഷ്ടമാണ്. പ്രയത്നത്തോടെ സേവനം ചെയ്ത് ഇത്രയും അഭിവൃദ്ധി പ്രാപ്തമാക്കി ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ദേശമാകട്ടെ വിദേശമാകട്ടെ, ദേശത്തിലായാലും വ്യക്തിയും നാടിയും നോക്കി സേവനം ചെയ്യുന്നതിലാണ് സഫലതയുള്ളത്. വിദേശത്തും ഈ വിധിയിലൂടെയാണ് സഫലതയുള്ളത്.
ആദ്യം സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നു. ഈ ഭൂമി തയ്യാറാകുന്നു. സമ്പർക്കത്തിനു ശേഷം പിന്നെ സംബന്ധത്തിൽ കൊണ്ടുവരൂ. സമ്പർക്കം വരെ ആകുമ്പോൾ വിട്ടുകളയരുത്. സംബന്ധത്തിൽ കൊണ്ടുവന്ന് പിന്നെ അവരെ ബുദ്ധിയിലൂടെ സമർപ്പിതമാക്കിക്കൂ. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതും ആവശ്യമാണ്. പിന്നെ സംബന്ധത്തിൽ കൊണ്ടുവരണം. സംബന്ധത്തിൽ വന്ന് സമർപ്പണ ബുദ്ധിയാകണം. ബാബ എന്ത് പറഞ്ഞുവോ അതാണ് സത്യം എന്ന്. പിന്നെ ചോദ്യങ്ങൾ ഉയരുന്നില്ല. ബാബ എന്തു പറയുന്നുവോ അത് തന്നെ സത്യം. കാരണം അനുഭവമുണ്ടാകുന്നു. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻസ് സമാപ്തമാകുന്നു. ഇതിനെയാണ് സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത്. അതിൽ സർവ്വതും സ്പഷ്ടമായി അനുഭവപ്പെടും. ഈ ലക്ഷ്യം വയ്ക്കൂ. സമർപ്പണ ബുദ്ധി വരെയും കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മൈക്ക് തയ്യാറായി എന്ന് പറയും. മൈക്ക് എന്ത് ശബ്ദമുണ്ടാക്കും? ഇവരുടേത് നല്ല ജ്ഞാനമാണ് എന്നത് മാത്രം പോരാ. ഇത് പുതിയ ജ്ഞാനമാണ്. ഇത് തന്നെ പുതിയ ലോകം കൊണ്ടുവരും. ഈ ശബ്ദം ഉണ്ടാകണം. അപ്പോഴല്ലേ കുംഭകർണന്മാർ ഉണരുകയുള്ളൂ. ഇല്ലെങ്കിൽ കേവലം കണ്ണുകൾ തുറക്കുന്നു. വളരെ നല്ലത്, വളരെ നല്ലത് എന്ന് പറഞ്ഞ ശേഷം ഉറക്കം വരുന്നു. അതിനാൽ ഏതുപോലെയാണോ സ്വയം ബാലക് സോ മാലിക് ആയി മാറിയത് അതുപോലെ ആക്കി മാറ്റൂ. പാവങ്ങളെ കേവലം സാധാരണ പ്രജ വരെ കൊണ്ടുവരാതെ രാജ്യ അധികാരിയാക്കി മാറ്റൂ. അതിനുള്ള പ്ലാൻ തയ്യാറാക്കൂ. കൺഫ്യൂഷൻ ഉണ്ടാകാത്തതും സമർപ്പണ ബുദ്ധി ആയി മാറുന്നതുമായ ഏത് വിധിയിലൂടെയും ചെയ്യൂ. നവീനതയും തോന്നണം. ആശയക്കുഴപ്പവും അനുഭവപ്പെടരുത്. സ്നേഹത്തിൻ്റെയും നവീനതയുടെയും അതോറിറ്റിയായി തോന്നണം. ഇതുവരെയും ഉണ്ടായ റിസൾട്ട്, സേവനത്തിൻ്റെ വിധി, ബ്രാഹ്മണരുടെ വൃദ്ധി ഉണ്ടായത്, അത് വളരെ നല്ലതാണ്. കാരണം ആദ്യം ബീജത്തെ ഗുപ്തമാക്കി വെച്ചു. അതും ആവശ്യമാണ്. ബീജത്തെ ഗുപ്തമാക്കി വെക്കേണ്ടി വരും. പുറമേ വയ്ക്കുന്നതിലൂടെ ഫലം നൽകില്ല. ഭൂമിക്കുള്ളിലാണ് ബീജത്തെ വെക്കേണ്ടതായി വരുന്നത്. എന്നാൽ ഭൂമിക്കുള്ളിൽ തന്നെ ആയി പോകരുത്. പുറത്ത് പ്രത്യക്ഷമാകണം, ഫലസ്വരൂപമാകണം. ഇതാണ് ഭാവിയിലെ സ്റ്റേജ്. മനസ്സിലായോ? പുതിയത് ചെയ്യണം എന്ന ലക്ഷ്യം വയ്ക്കൂ. ഈ വർഷത്തിൽ തന്നെ നടന്നുകൊള്ളും എന്നല്ല. എന്നാൽ ലക്ഷ്യം ബീജത്തെയും പുറമേ പ്രത്യക്ഷമാക്കും. നേരിട്ട് പോയി പ്രഭാഷണം നടത്തുന്നത് ആരംഭിക്കണം എന്നുമല്ല. ആദ്യം സത്യതയുടെ ശക്തിയുടെ അനുഭവം കൊടുക്കുന്നതിൻ്റെ പ്രഭാഷണം നടത്തേണ്ടി വരും. ഒടുവിൽ ആ ദിവസം വന്നു ചേർന്നു എന്നത് സർവരുടെയും മുഖത്ത് നിന്നും വരും. നമ്മൾ ഒന്നാണ്, ഒന്നിൻ്റേതാണ് എന്ന് എല്ലാ ധർമ്മത്തിലുള്ളവരും ഒരുമിച്ച് പറയുന്നതായി ഡ്രാമയിൽ കാണിക്കുന്നുണ്ടല്ലോ. അത് ഡ്രാമയാണ് കാണിക്കുന്നത്. ഇത് പ്രാക്ടിക്കലിൽ സ്റ്റേജിൽ സർവധർമ്മത്തിലുള്ളവരും ഒത്തുചേർന്ന് ഒരേ ഒരു ശബ്ദത്തിൽ പറയണം. ഒരു ബാബയാണ്, ഒരേ ഒരു ജ്ഞാനമാണ്, ഒരേ ഒരു ലക്ഷ്യമാണ്, ഒരേ ഒരു വീടാണ്. ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ ശബ്ദമാണ് വേണ്ടത്. പരിധിയില്ലാത്ത സ്റ്റേജിൽ ഇങ്ങനെയുള്ള ദൃശ്യം വരുമ്പോൾ പ്രത്യക്ഷതയുടെ കൊടി പറക്കും. ഈ കൊടിക്ക് കീഴിൽ എല്ലാവരും ഇതേ ഗീതം പാടും. സർവരുടെയും മുഖത്ത് നിന്നും ഒരു ശബ്ദം വരും, ബാബ നമ്മുടേത്. അപ്പോൾ പ്രത്യക്ഷ രൂപത്തിൽ ശിവരാത്രി ആഘോഷിച്ചു എന്ന് പറയും. അന്ധകാരം സമാപ്തമായി. ഗോൾഡൻ മോർണിംഗിൻ്റെ ദൃശ്യം കാണപ്പെടും. ഇതിനെയാണ് പറയുന്നത് ഇന്നിൻ്റെയും നാളെയുടെയും കളി. ഇന്ന് അന്ധകാരം, നാളെ ഗോൾഡൻ മോർണിംഗ്. ഇതാണ് ലാസ്റ്റ് തിരശീല. മനസ്സിലായോ? ബാക്കി എന്ത് പ്ലാൻ തയ്യാറാക്കിയോ അത് നല്ലതാണ്. ഓരോ സ്ഥാനത്തെയും ഭൂമി അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കേണ്ടി വരുന്നു. ഭൂമി അനുസരിച്ച്
വിധിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതായി വരുന്നുവെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റിൽ എല്ലാവരെയും തയ്യാറാക്കി മധുബന്റെ ഭൂമിയിൽ തീർച്ചയായും മുദ്ര പതിപ്പിക്കണം. ഭിന്ന ഭിന്ന വിങ്ങുകൾ തയ്യാറാക്കി സ്റ്റാമ്പ്, അതായത് മുദ്ര തീർച്ചയായും പതിപ്പിക്കണം. പാസ്പോർട്ടിലും സ്റ്റാമ്പ് പതിപ്പിക്കാതെ പോകുവാൻ അനുവദിക്കുന്നില്ലല്ലോ. അപ്പോൾ സ്റ്റാമ്പ് ഇവിടെ മധുബനിൽ നിന്ന് തന്നെയാണ് പതിയുന്നത്. ഈ എല്ലാവരും സറണ്ടർ തന്നെയാണ്. അഥവാ ഇവർ സറണ്ടർ ആയില്ലായിരുന്നു എങ്കിൽ സേവനത്തിന് ആര് നിമിത്തമാകുമായിരുന്നു? സറണ്ടറാണ്. അപ്പോഴാണ് ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരിയായി സേവനത്തിന് നിമിത്തമായിരിക്കുന്നത്. ദേശത്താകട്ടെ വിദേശത്താകട്ടെ ആരെങ്കിലും ക്രിസ്ത്യൻ കുമാരിയോ ബൗദ്ധകുമാരിയോ ആയി സേവനം ചെയ്യുന്നില്ലല്ലോ. BK ആയി തന്നെയാണല്ലോ സേവനം ചെയ്യുന്നത്. അപ്പോൾ സറണ്ടറായ ബ്രാഹ്മണരുടെ ലിസ്റ്റിൽ എല്ലാവരുമുണ്ട്. ഇനി മറ്റുള്ളവരെയും ആക്കണം. മർജീവ ആയി കഴിഞ്ഞു, ബ്രാഹ്മണൻ ആയി കഴിഞ്ഞു. കുട്ടികൾ പറയുന്നു, എൻ്റെ ബാബ. അപ്പോൾ ബാബ പറയുന്നു, നിന്റേതായി കഴിഞ്ഞു. അപ്പോൾ സറണ്ടറായല്ലോ. പ്രവൃത്തിയിൽ ഉള്ളവരാകട്ടെ സെൻറ്ററിൽ ഉള്ളവരാകട്ടെ, എന്നാൽ ആരാണോ എൻ്റെ ബാബ എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞത്, അപ്പോൾ ബാബ സ്വന്തമാക്കി. ഇത് ഹൃദയത്തിൻ്റെ കരാറാണ്, മുഖം വഴിയുള്ള സ്ഥൂല കരാറല്ല. ഇത് ഹൃദയത്തിൻ്റെതാണ്. സറണ്ടർ എന്നാൽ ശ്രീമത്തിൻ്റെ അണ്ടറിൽ ഇരിക്കുന്നവർ. മുഴുവൻ സഭയും സറണ്ടറാണല്ലോ. അതിനാൽ ഫോട്ടോയും എടുക്കണമല്ലോ. ഇപ്പോൾ ചിത്രത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ മാറുവാൻ സാധിക്കില്ല. പരമാത്മാവിൻ്റെ വീട്ടിൽ ചിത്രമാവുക ഇത് കുറഞ്ഞ ഭാഗ്യമല്ല. ഇത് സ്ഥൂല ഫോട്ടോയല്ല, എന്നാൽ ബാബയുടെ ഹൃദയത്തിൽ നിന്നും വന്ന ഫോട്ടോ ആണ്. ശരി. സർവ സത്യതയുടെ അതോറിറ്റിയുള്ള ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സർവ നവീനതയും മഹാനതയെയും പ്രത്യക്ഷമാക്കുന്ന സത്യമായ സേവാധാരികളായ കുട്ടികൾക്ക് സർവ സ്നേഹത്തിൻ്റെയും അതോറിറ്റിയുടെയും ബാലൻസ് വയ്ക്കുന്നവർക്ക് ഓരോ ചുവടിലും ബാബയിലൂടെ ബ്ലെസ്സിങ്, അതായത് ആശീർവാദം നേടുന്നതിൻ്റെ അധികാരിയായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സർവ സത്, അതായത് അവിനാശി രത്നങ്ങൾക്ക്, അവിനാശി പാട്ട് അഭിനയിക്കുന്നവർക്ക്, അവിനാശി ഖജനാവിൻ്റെ ബാലക്സോ മാലിക്കായവർക്ക്, വിശ്വരചയിതാവായ സത് ബാപ്പ്, സത് ശിക്ഷക്, സദ്ഗുരുവിൻ്റെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: മനസ്സിൻ്റെ മൗനത്തിലൂടെ സേവനത്തിൻ്റെ പുതിയ ഇൻവെൻഷൻ കണ്ടെത്തുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. ആദ്യം മൗനവ്രതം വച്ചിരുന്നപ്പോൾ എല്ലാവരും ഫ്രീ ആയി മാറിയിരുന്നു, സമയം ലാഭിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ മനസ്സിൻ്റെ മൗനം വയ്ക്കൂ. അതിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരികയില്ല. മുഖത്തിൽ നിന്നും ശബ്ദം വരാത്തതുപോലെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരരുത്. ഇതാണ് മനസ്സിൻ്റെ മൗനം. അപ്പോൾ സമയം ലാഭിക്കും. ഈ മനസ്സിൻ്റെ മൗനത്തിലൂടെ സേവനത്തിൻ്റെ ഇങ്ങനെയുള്ള പുതിയ ഇൻവെൻഷൻ കണ്ടെത്തും. അതിലൂടെ സാധന കുറവും സിദ്ധി കൂടുതലും ഉണ്ടാകും. സയൻസിൻ്റെ സാധനങ്ങൾ സെക്കൻഡിൽ വിധിയെ പ്രാപ്തമാക്കിക്കുന്നു. അതുപോലെ ഈ സൈലൻസിൻ്റെ സാധനത്തിലൂടെ സെക്കൻഡിൽ വിധി പ്രാപ്തമാകും. സ്ലോഗൻ: ആരാണോ സ്വയം സമർപ്പിത സ്ഥിതിയിൽ ഇരിക്കുന്നത് അവരുടെ മുന്നിൽ സർവരുടെയും സഹയോഗവും സമർപ്പിതമാകുന്നു.
ശാന്തി. ആത്മാവിൽ ഗുപ്തമായിരിക്കുന്ന ശ്രേഷ്ഠതകൾ പ്രത്യക്ഷമാക്കുന്ന സംഗമയുഗത്തിലെയും ഭാവിയിലെയും വിശേഷതകളുടെ 108 സമാനങ്ങൾ. ഞാൻ അശരീരി ആത്മാവാണ്. ഞാൻ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണനാണ്. ഞാൻ ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. ഞാൻ പരമാത്മാ ജ്ഞാനിയാണ്. ഞാൻ സഹജ രാജയോഗിയാണ്. ഞാൻ ദിവ്യ ഗുണധാരിയാണ്. ഞാൻ വിശ്വസേവാധാരിയാണ്. ഞാൻ വിഘ്നവിനാശകനാണ്. ഞാൻ സഫലതാ നക്ഷത്രമാണ്. ഞാൻ മഹാൻ ആത്മാവാണ്. ഞാൻ വിജയീ രത്നമാണ്. ഞാൻ ജ്ഞാനസ്വരൂപമാണ്. ഞാൻ ശാന്തസ്വരൂപമാണ്. ഞാൻ സ്നേഹസ്വരൂപമാണ്. ഞാൻ സുഖസ്വരൂപമാണ്. ഞാൻ ശക്തിസ്വരൂപമാണ്. ഞാൻ ആനന്ദസ്വരൂപമാണ്. ഞാൻ പവിത്ര സ്വരൂപമാണ്. ഞാൻ അവ്യക്ത ഫരിഷ്തയാണ്. ഞാൻ ആകർഷണ മൂർത്തിയാണ്. ഞാൻ സത്യയോഗി ദേവാത്മാവാണ്. ഞാൻ ഡബിൾ കിരീടധാരിയാണ്. ഞാൻ 16 കലാ സമ്പന്നമാണ്. ഞാൻ സമ്പൂർണ്ണ നിർവികാരിയായ ആത്മാവാണ്. ഞാൻ സർവഗുണസമ്പന്നമായ ആത്മാവാണ്. ഞാൻ ഡബിൾ അഹിംസകനാണ്. ഞാൻ മര്യാദാ പുരുഷോത്തമനാണ്. ഞാൻ കർമ്മയോഗി ശ്രേഷ്ഠ ആത്മാവാണ്. ഞാൻ പദമാപദം ഭാഗ്യശാലിയാണ്. ഞാൻ നിസ്വാർത്ഥ സേവാധാരിയാണ്. ഞാൻ സാക്ഷി ദ്രഷ്ടാവാണ്. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. ഞാൻ ആകർഷണമൂർത്തിയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഞാൻ സാക്ഷാത്കാരമൂർത്തിയാണ്. ഞാൻ മഹാദാനിയും വരദാനിയുമാണ്. ഞാൻ പൂർവിക ആത്മാവാണ്. ഞാൻ വിശ്വമംഗളകാരിയാണ്. ഞാൻ ഭക്തരുടെ ഇഷ്ടദേവതയാണ്. ഞാൻ മാസ്റ്റർ ദയാസാഗരമാണ്. ഞാൻ ബാബ്ദാദയുടെ നയനങ്ങളിലെ നക്ഷത്രമാണ്. ഞാൻ ഹൃദയേശ്വരനായ ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥനാണ്. ഞാൻ ആത്മീയ പേഴ്സണാലിറ്റിയുള്ള റോയൽ ആത്മാവാണ്. ഞാൻ സന്തുഷ്ടമണിയാണ്. ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. ഞാൻ സ്വദർശന ചക്രധാരിയാണ്. ഞാൻ അന്തർമുഖിയാണ്. ഞാൻ നിമിത്തമാണ്. ഞാൻ
സർവഭാരരഹിതമായിരിക്കുന്ന ട്രസ്റ്റിയാണ്. ഞാൻ സർവരുടെയും സത്കാരിയാണ്. ഞാൻ ശിവശക്തി സംയുക്ത സ്വരൂപമാണ്. ഞാൻ ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസാണ്. ഞാൻ സമർത്ഥ സ്വരൂപ ആത്മാവാണ്. ഞാൻ നിശ്ചയ ബുദ്ധിയാണ്. ഞാൻ ത്രികാലദർശിയായ ആത്മാവാണ്. ഞാൻ നിർവിഘ്ന ആത്മാവാണ്. ഞാൻ യജ്ഞരക്ഷകനാണ്. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. ഞാൻ പരമാത്മാ പാലനയുടെ അധികാരിയായ ആത്മാവാണ്. ഞാൻ ബാബയുടെ ഛത്രഛായയിലിരിക്കുന്ന സ്നേഹി ആത്മാവാണ്. ഞാൻ വിശ്വത്തിൻ്റെ പ്രകാശദീപമാണ്. ഞാൻ ഈശ്വരീയ ഖജനാവുകളാൽ സമ്പന്ന ആത്മാവാണ്. ഞാൻ അഷ്ടശക്തി സ്വരൂപമാണ്. ഞാൻ ഭക്തരുടെ ഇഷ്ടദേവതയാണ്. ഞാൻ മാസ്റ്റർ സുഖദാതാവാണ്. ഞാൻ ഇച്ഛാമാത്രം അവിദ്യയായ ആത്മാവാണ്. ഞാൻ ഹോളി ഹംസമാണ്. ഞാൻ വ്യർത്ഥത്തെ സമർത്ഥമാക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഞാൻ സർവപ്രാപ്തികളുടെയും അധികാരിയാണ്. ഞാൻ മായാജീത്തും പ്രകൃതിജീത്തുമാണ്. ഞാൻ മാസ്റ്റർ സുഖസാഗരമാണ്. ഞാൻ സമ്പൂർണ്ണ പവിത്ര ആത്മാവാണ്. ഞാൻ പരംധാം നിവാസിയാണ്. ഞാൻ നിരാകാരിയും നിർവികാരിയും നിരഹങ്കാരിയുമാണ്. ഞാൻ ബന്ധനമുക്ത ആത്മാവാണ്. ഞാൻ പരിധിയില്ലാത്ത വൈരാഗിയാണ്. ഞാൻ ബാബയോടൊപ്പം പാട്ടഭിനയിക്കുന്ന വിശേഷ ആത്മാവാണ്. ഞാൻ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുന്ന ആത്മാവാണ്. ഞാൻ സൃഷ്ടി നാടകത്തിലെ ഹീറോ പാട്ടുധാരിയാണ്. ഞാൻ ദർശനീയ മൂർത്തിയാണ്. ഞാൻ മാസ്റ്റർ ഭാഗ്യവിധാതാവാണ്. ഞാൻ പ്രഭു പ്രിയ ആത്മാവാണ്. ഞാൻ ഹർഷിതമൂർത്തിയാണ്. ഞാൻ അക്ഷീണ സേവാധാരിയാണ്. ഞാൻ പുണ്യ ആത്മാവാണ്. ഞാൻ മാസ്റ്റർ ബീജരൂപമാണ്. ഞാൻ സ്വചിന്തകനാണ്. ഞാൻ ശുഭചിന്തകനാണ്. ഞാൻ ത്രികാലദർശിയും ത്രിലോകീനാഥനുമാണ്. ഞാൻ സ്മൃതി സ്വരൂപമായ സമർത്ഥ ആത്മാവാണ്. ഞാൻ ഏകരസസ്ഥിതി അനുഭവിക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഞാൻ ദൃഢസങ്കൽപ്പധാരിയാണ്. ഞാൻ സർവശക്തിവാന്റെ കൂട്ടുകെട്ടിലിരിക്കുന്ന നിർഭയ ആത്മാവാണ്. ഞാൻ പരോപകാരിയായ ആത്മാവാണ്. ഞാൻ
വിശ്വപരിവർത്തക ആത്മാവാണ്. ഞാൻ ആദി പിതാവിന് സമാനം ശാന്തിയുടെയും ശക്തിയുടെയും സ്തംഭമാണ്. ഞാൻ അംഗദനു സമാനം അചഞ്ചല ആത്മാവാണ്. ഞാൻ തീവ്ര പുരുഷാർത്ഥിയാണ്. ഞാൻ ബാബയിലൂടെ സർവസംബന്ധത്തിൻ്റെയും അനുഭവം നേടുന്ന ഭാഗ്യനക്ഷത്രമാണ്. ഞാൻ ഒരു ബലത്തിലും ഒരാശ്രയത്തിലും ഇരിക്കുന്ന അചഞ്ചല ആത്മാവാണ്. ഞാൻ ബാബയുടെ സമീപ ആത്മാവാണ്. ഭഗവാനെ സത്പിതാവും സത് ശിക്ഷകനും സദ്ഗുരുവുമായി ലഭിച്ച ശ്രേഷ്ഠ ഭാഗ്യശാലിയാണ്. ഞാൻ ഗുണമൂർത്തിയും വിജയമാലയിലെ മണിയുമാണ്. ഞാൻ കമലപുഷ്പ സമാനമായിരിക്കുന്ന വേറിട്ടും പ്രിയപ്പെട്ടതുമായ ആത്മാവാണ്. ഞാൻ വിധിയിലൂടെ സിദ്ധി നേടുന്ന സർവസിദ്ധി സ്വരൂപമാണ്. ഞാൻ ആത്മീയ യോദ്ധാവാണ്. ഞാൻ ബാബ